ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം എത്തിക്കുന്ന കാര്യത്തിൽ മെല്ലെപ്പോക്കാണ്. കേന്ദ്ര സഹായം വൈകുന്നത് കൊണ്ട് തന്നെ ദുരിതബാധിതരായവരുടെ പുനരധിവാസവും വൈകുകയാണ്. ഇക്കാര്യത്തിൽ പ്രതിഷേധവും വിവിധ കോണുകളിൽ നിന്നും ശക്തമാകുകയും ചെയ്യുന്നു. ഇതിനിടെയാണ് കേന്ദ്രത്തിൽ നിന്നും സഹായം ലഭിച്ചാലും കാര്യമായ തുക ഉണ്ടാകില്ലെന്ന് കേന്ദ്രം തന്നെ വ്യക്തമാക്കുന്നത്. ഉരുൾപൊട്ടൽ പുനർനിർമ്മാണ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി കേരളം സമർപ്പിച്ച 2219 കോടി രൂപയുടെ പാക്കേജിൽ പകുതി പോലും ലഭിച്ചേക്കില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇക്കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്കില്ലാത്ത വിധത്തിൽ തൊടുന്യായങ്ങളാണ് കേരളത്തിന്റെ കാര്യത്തിൽ കേന്ദ്രം പറയുന്നത്. കേന്ദ്ര ഉന്നതതല ഉദ്യോഗസ്ഥ സംഘം കേരളത്തിന്റെ റിപ്പോർട്ടിന്മേൽ സൂക്ഷ്മ പരിശോധന നടത്തി വരികയാണെങ്കിലും ഇതിൽ 600-700 കോടിക്ക് മുകളിൽ നൽകാൻ വകുപ്പില്ലെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചതായാണ് മാതൃഭൂമി ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിന്റെ കണക്കുകൾ പലതും പെരുപ്പിച്ച് കാട്ടിയതാണെന്നാണ് വിലയിരുത്തൽ. പല പ്രവൃത്തികൾക്കും കാണിച്ച തുക ദേശീയ മാനദണ്ഡ പ്രകാരമുള്ളതിനേക്കാൾ അധികമാണ്. ഇതിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമാകും അന്തിമ വിധി. പണം ഞങ്ങൾ തരും. തുക എപ്പോൾ ലഭ്യമാകുമെന്നതിലും വ്യക്തതയില്ല. ചൂരൽമല പ്രദേശത്തെ സമഗ്രമായി പുനർനിർമ്മിക്കാനുള്ള കേരളത്തിന്റെ സ്വപ്നം ഇതോടെ പൊലിയും. സമഗ്ര പുനരധിവാസ പാക്കേജിനായുള്ള വിശദ റിപ്പോർട്ട് നവംബർ 13-നാണ് കേന്ദ്രത്തിന് സമർപ്പിച്ചത്. കേരളത്തിന്റെ റിപ്പോർട്ട് പരിശോധിക്കാൻ ഉന്നതതല ഉദ്യോഗസ്ഥ സംഘത്തെ കേന്ദ്രം ചുമതലപ്പെടുത്തി. പുനരധിവാസത്തിന് ഇതുവരെ തുക അനുവദിച്ചിട്ടില്ല. തുടക്കം മുതൽ തന്നെ കേന്ദ്രം കേരളത്തോട് അവഗണന കാണിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി എത്തിയിട്ടും സഹായം എത്താൻ വൈകിയത് ഏറെ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഇക്കാര്യത്തിൽ കേരളത്തിന്റെ പക്കൽ പണമുണ്ടെന്ന നിലപാട് കേന്ദ്രം സ്വീകരിച്ചതും എതിർപ്പിന് ഇടയാക്കിയിരുന്നു. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി മതിയായ തുക സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ ലഭ്യമാണെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. ദേശീയ ദുരന്ത നിവാരണ മാനദണ്ഡ പ്രകാരം 12 ഇനം പ്രകൃതി ദുരന്തങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നാണ് തുക ലഭ്യമാക്കുന്നത്. ഇവയിൽ ഗുരുതര സ്വഭാവമുള്ള ദുരന്തങ്ങൾക്ക് ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് അധിക സഹായധനം ലഭ്യമാക്കും. അത് ലഭ്യമാക്കുന്നത് കേന്ദ്രം നിയോഗിക്കുന്ന വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതേസമയം 2024-25 സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ കേരളത്തിന് അനുവദിച്ചത് 388 കോടി രൂപയാണ്. ഇതിൽ 291 കോടി കേന്ദ്രവിഹിതവും 96 കോടി കേരളത്തിൻ്റെതുമാണ്. കേന്ദ്രവിഹിതത്തിന്റെ ആദ്യ 2 ഗഡുക്കളായി 145 കോടി രൂപ വീതം ജൂലൈ 31-നും ഒക്ടോബർ 1-നും നൽകി. അക്കൗണ്ടന്റ് ജനറലിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ വർഷം ഏപ്രിലിൽ SDRFൽ അവശേഷിച്ച തുക 394 കോടിയാണ്. ഇതും പുതുതായി അനുവദിച്ചതും ചേർത്ത് 782 കോടി രൂപ ശേഷിക്കുന്നുണ്ട്. കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉന്നതതല സമിതി 153 കോടി കൂടി നൽകുന്നതിന് അംഗീകാരം നൽകി. നിലവിൽ SDRFൽ ലഭ്യമായ തുകയുടെ 50% തുകയിൽ അഡ്ജസ്റ്റ് ചെയ്താകും ഈ തുക അനുവദിക്കുക. അതായത് 153 കോടി തുക പൂർണ്ണമായി കിട്ടില്ലെന്നർത്ഥം. ഇപ്പോഴത്തെ വ്യവസ്ഥയനുസരിച്ച് ഒരു വീട് നിർമ്മാണത്തിന് 50,000 രൂപ കൂടുതൽ കിട്ടും. ദുരന്തത്തിൽ പൂർണ്ണമായി വീടു തകർന്നാൽ 1,80,000 രൂപ വരെ ലഭിക്കും. നേരത്തെ ഒരു വീടിന് 1,30,000 ആയിരുന്നു. വയനാട്ടിൽ ഒരു വീടിന് 25 ലക്ഷം ചെലവ് വരുമെന്നാണ് കണക്ക്. നിലവിലെ NDRF വ്യവസ്ഥയനുസരിച്ച് ചെറിയ തുകയെ ലഭിക്കൂ. അതിനാലാണ് വയനാട്ടിലേത് അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേരളം ആവശ്യപ്പെടുന്നത്. അങ്ങനെ വന്നാൽ വ്യവസ്ഥകൾക്ക് അതീതമായി പ്രത്യേകം സഹായവും പാക്കേജും നൽകാം. അതേസമയം വയനാട് പുനരധിവാസം വൈകുന്നതിൽ സംസ്ഥാനത്ത് പരസ്യ പ്രതിഷേധങ്ങൾക്ക് തുടക്കമാകുകയാണ്. യൂത്ത് കോൺഗ്രസ് വയനാട് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരുന്നു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി. വയനാട് പുനരധിവാസം വൈകുന്നതിൽ കേന്ദ്ര സർക്കാരിന് എതിരെയാണ് പ്രതിഷേധം നടത്തിയത്. കളക്ടറേറ്റ് പടിക്കലിരുന്ന് സമരം ചെയ്യുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഇതിനിടെ കളക്ടറേറ്റ് പടിക്കൽ ധർണയിലിരുന്ന മറ്റ് സംഘടനാ പ്രവർത്തകരുമായി വാക്കുതർക്കമുണ്ടായി. പ്രശ്നം രൂക്ഷമായതോടെ ഒരു കൂട്ടം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടുത്ത ഗേറ്റിലൂടെ കയറാൻ ശ്രമിച്ചതോടെയാണ് പോലീസ് ലാത്തിവീശിയത്. 4 തവണ ലാത്തിവീശി. നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു.
പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിനിടെ പരിക്കേറ്റ പ്രവർത്തകർ ഷർട്ടൂരി പ്രതിഷേധിക്കുകയും ചെയ്തു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.